ഹായ് ഫ്രണ്ട്സ്, ഞാനിന്നൊരു ഉള്ളി സാമ്പാറാണ് ഉണ്ടാക്കിയേക്കുന്നത് കേട്ടോ. നല്ല തേങ്ങ വറുത്തരച്ചൊരു ഉള്ളി സാമ്പാർ, വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സാമ്പാറാണ് ഉണ്ടാക്കിയേക്കുന്നത്. ചോറിനും ഇഡ്ഡലിക്ക് ദോശയ്ക്കൊക്കെ കൂട്ടാൻ പാകത്തിന് ഉണ്ടാക്കിയൊരു സാമ്പാറാണ് കേട്ടോ. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, ചീനച്ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുറച്ച് ഉള്ളി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഉള്ളി ഒന്ന് നെടുകെ ഒന്ന് പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ. അതൊന്ന് വഴന്നതിന് ശേഷം ഈ കറിവേപ്പിലയും ഉള്ളിയും കൂടി വഴന്നതിന് ശേഷം ഒരു 2 തക്കാളി ചെറുത് മുറിച്ച് വെച്ചിട്ടുണ്ട്. 2-3 പച്ചമുളകും കൂടി ഇട്ടിട്ട് ഒന്നും കൂടി വഴറ്റിയതിന് ശേഷം വെളിച്ചെണ്ണയിൽ നല്ലോണം വഴറ്റിയെടുക്കണം. ഉള്ളിക്ക് ഈ വഴറ്റിയെടുക്കുമ്പോൾ ഒരു പ്രത്യേക രുചിയാട്ടോ. അങ്ങനെ നല്ലോണം വഴറ്റി എടുത്തിട്ട് ലേശം ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്നും കൂടി ഇളക്കി യോജിപ്പിച്ചെടുക്കാം. തേങ്ങയൊക്കെ വറുത്തരച്ച് വയ്ക്കണ സാമ്പാറിനൊരു പ്രത്യേകതയാണ്. ഒന്ന് ആവി കയറ്റിയിട്ട് അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ആവി കയറ്റിയതിന് ശേഷം ഒന്നിളക്കി എടുക്കാം. പിന്നെ ഇതിനകത്തേക്ക് പുളി ചേർക്കണം കേട്ടോ. കുറച്ച് പുളി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്, അതും കൂടി ഇതിനകത്തേക്ക് ഒഴിച്ചിട്ട് ഒന്നും കൂടി അടച്ചു വെച്ച് വേവിക്കാം. ലേശം ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ളൊരു പുളിയാട്ടോ എടുത്തേക്കണത്. അത് നന്നായിട്ട് ഞെരടി വെള്ളമൊഴിച്ച് എടുത്തതാണ്. അതും കൂടി ഒഴിച്ചതിന് ശേഷം ഒന്ന് തിളപ്പിച്ചെടുത്തിട്ട് തേങ്ങ വറുത്ത് വെച്ച ഈ തേങ്ങയും കൂട്ടും കൂടി ഇടുന്നതിന് മുമ്പ് പരിപ്പ് വേവിച്ച് വെച്ചിട്ടുണ്ട്. ഒരു 1/4 ഗ്ലാസ് പരിപ്പ് വേവിച്ച് വെച്ചിട്ടുണ്ട്. അതും കൂടി ഇട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം ഒന്ന് അടച്ച് വെച്ച് കഴിഞ്ഞാൽ എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ച് കിട്ടും. അതിനുശേഷം തേങ്ങ വറുത്തരച്ചത്, കുറച്ച് തേങ്ങയും മല്ലി, മുഴുവൻ മല്ലി, മുളക്, ഉലുവ, കായം ഒക്കെ കൂടി കറിവേപ്പിലൊക്കെ കൂടി വറുത്ത് അരച്ചെടുത്ത കൂട്ടാണ്. അത് ഇതിനകത്തേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കി ഒന്ന് തിളപ്പിച്ചെടുക്കാം. തേങ്ങ വറുത്തരച്ച് വെച്ച സാമ്പാർ ഇഡ്ഡലിക്ക് ചോറിനൊക്കെ നല്ല ഒരു സാമ്പാർ എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ. നല്ലോണം ഒന്ന് തിളച്ചതിന് ശേഷം ഇതിനകത്തേക്ക് വറുത്തിടണം. അതിനും ഒരു 2-3 ഉള്ളി ഞാൻ ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. മുളകും കടുകും കറിവേപ്പിലൊക്കെ ഇട്ട് വറുത്തിട്ട് കഴിഞ്ഞാൽ സാമ്പാർ റെഡിയായി. നല്ലൊരു സാമ്പാറാട്ടോ, നല്ല ടേസ്റ്റിയാണ്. ഇതിഷ്ടമായെങ്കിൽ ലൈക്ക്, കമൻറ്റ്, ഫോളോ ഒക്കെ ചെയ്തോളൂ. ഇന്നത്തെ എൻ്റെ സ്പെഷ്യൽ ഉള്ളി സാമ്പാർ, വറുത്തരച്ച് വെച്ച് ഉള്ളി സാമ്പാർ ഇഷ്ടപ്പെട്ടോ? ഈ സാമ്പാർ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സാമ്പാർ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു.